ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിന്റെ പേരാണ് ഫ്രൂട്ട് ഫോറേജർ. അപ്പോൾ ഈ ഗെയിമിനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ബേസിക് ആൾക്ക് ഉണ്ടാക്കിയെടുക്കണം. അതായത് നമ്മൾ ക്ലാഷ് ഓഫ് ക്ലാൻസിലൊക്കെ കാണുന്ന പോലെ ബേസിക് ആൾക്ക് ഉണ്ടാക്കിയെടുക്കണം. അതോടൊപ്പം തന്നെ കുറേയധികം ഫ്രൂട്ട്സിംഗ് ആൾക്ക് നമ്മൾ കളക്ട് ചെയ്യണം. ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടുവന്ന ഫ്രൂട്ട്സിംഗ് ആളൊക്കെ നമുക്ക് ട്രേഡിംഗ് ആളൊക്കെ ചെയ്ത് അങ്ങനെ കുറേയധികം കോയിനുകൾക്ക് നമുക്ക് കിട്ടും. ആ ഒരു കോയിൻ ഉപയോഗിച്ച് നമുക്ക് ട്രേഡിംഗ് ആളൊക്കെ ചെയ്ത് കിട്ടുന്ന കോയിൻ ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു ബേസിക് ആൾക്ക് പണിയണം. അതാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് 13 ലെവലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അൺലോക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ലെവൽ 10 കഴിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ സംഭവം അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്നുള്ള ഫ്രൂട്ട്സിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടുത്തെ ഫ്രൂട്ട്സിങ്ങൾക്ക് കളക്ട് ചെയ്തിട്ട് മാക്സിമം പോയിട്ട് ട്രേഡിംഗ് ആളൊക്കെ ചെയ്തിട്ട് ആ ഒരു എമൗണ്ട് കൊണ്ട് നമുക്ക് ബേസിക് ആൾക്ക് പണിയണം. ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഫ്രൂട്ട്സിങ്ങൾ കളക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് പ്ലം ആണ് കിട്ടിയിട്ടുള്ളത് എന്ന് പറയുന്നത്. അത് റെയർ ആയിട്ടുള്ള ഫ്രൂട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അത് റെഡി ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല തന്നെ കോയിനുകൾക്ക് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ലെവലിങ്ങൾക്ക് കൂടിയിട്ടുണ്ട്. ഏകദേശം 14 ലെവലാണ് ഇപ്പോൾ നമുക്ക് ഉള്ളതെന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയൊക്കെ കുറേയധികം ഫ്രൂട്ട്സിങ്ങളൊക്കെ കിടപ്പുണ്ട്. ബട്ട് ആ ഒരു ഫ്രൂട്ടിനൊക്കെ വാല്യൂ വളരെ കുറവാണ്. റൂഫ് തന്നെ മേടിച്ചേക്കാൻ ഏകദേശം 10 കോയിനാണ്. അതുമാത്രമല്ല നമുക്ക് ലൈറ്റുള്ള കുറച്ച് റൂഫ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാത്രി ആവുന്ന സമയത്ത് നമുക്ക് രാത്രി അന്നത്തെ കയറുന്ന സമയത്ത് ലൈറ്റിംഗ് ആണ് കാണുമെങ്കിൽ റൈറ്റുള്ള റൂഫ് മേടിക്കണം. ഓക്കെ, അങ്ങനെ എന്തായാലും നമുക്ക് റൂഫുകൾക്ക് മേടിച്ച് നേരെ നമ്മുടെ ബേസിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. ഏകദേശം ജയിൽ പോലെ ഇരിക്കുമെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനൊരു കുറച്ച് 5-6 മിനിറ്റ് പണിയെടുത്ത് ഉണ്ടാക്കിയ സംഭവമാണ്. ഓക്കെ, എന്തായാലും നമുക്ക് റൂഫ് ലൈറ്റ് ഏകദേശം ഇവിടെ ആയിട്ട് തന്നെ വെക്കാം. അതായത് നമുക്ക് കയറി വരുമ്പോൾ തന്നെ കുറച്ച് വെട്ട വരുന്നോട്ടെ. അപ്പോൾ ഏകദേശം നമുക്ക് റൂഫുകളൊക്കെ എല്ലായിടത്തും റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് സ്ഥലത്തൂടെ മാത്രമേ ഉള്ളൂ വെക്കാനായിട്ട്. അപ്പോൾ ഇനി അവിടെ നിന്ന് വെക്കാനായിട്ട് നമുക്ക് ഇനി കുറച്ച് റൂഫുകൾക്ക് മേടിച്ചിട്ട് വരാം. എന്നിട്ട് വന്നിട്ട് ബാക്കി കാണാം. ഓക്കെ, എന്തായാലും നമുക്ക് റൂഫുകളൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് കയറി വരുന്ന ഭാഗത്ത് തന്നെ എല്ലാ റൂഫും ഫില്ല് ചെയ്യാൻ നോക്കാം. മാക്സിമം നമുക്ക് അങ്ങനെ തന്നെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് പിന്നീട് ബാഗിലൂടെ അങ്ങ് ഫില്ല് ചെയ്യാം. ആദ്യം ഫ്രണ്ട് വശം ഫില്ല് ചെയ്ത് അങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഏകദേശം നമുക്ക് ഫ്രണ്ട് വശമൊക്കെ കവർ ആവാറായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആ ഭാഗം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും പോയിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബേസികൾക്ക് 50% പോലും കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, ഇനിയും കുറേ റൂഫുകൾക്ക് ബാക്കി പെൻഡിങ് ആണ്. അപ്പോൾ എന്തായാലും ഏകദേശം അകത്തോടൊക്കെ നോക്കുന്ന സമയത്ത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എന്ന് പറയാം. ഇവൻ്റെ മോനെ, ഇവൻ്റെ ഇതൊക്കെ കണ്ടോ ഗൈസ്, ഇവൻ്റെയൊക്കെ ബേസ് കണ്ടോ? നമ്മുടെയൊക്കെ ബേസ് ഒന്നും ഇല്ലെന്ന് തോന്നു പോകും. അപ്പോൾ എന്തായാലും ഗൈസ് നോക്കുന്ന സമയത്ത് ഇവൻ്റെ ബേസിൽ എൻ്റെ പൊന്നോ, ഇവനാണെങ്കിൽ വോളൊന്നും വെച്ചിട്ടില്ല. ബട്ട് നമുക്ക് ആവശ്യമുള്ള സാധനമൊക്കെ ഇല്ല, പെട്ടെന്ന് കോയിനുകൾ കിട്ടുന്ന അമ്മാതിരി സാധനമൊക്കെയാണ് അവൻ വെച്ചേക്കുന്നതെന്ന് പറയുന്നത്. എന്തായാലും നമുക്കിന്ന് ആദ്യം റൂഫുകൾ കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഏകദേശം പകുതിയോളം നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പകുതിയും കൂടെ കംപ്ലീറ്റ് ആക്കാനായിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഫ്രണ്ടിൽ തന്നെ നമ്മൾ കുറേ ലൈറ്റ് മിന്നിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തിനാണോ എന്തോ ഒരു ആവശ്യമില്ലാതെ തന്നെ നമ്മൾ കുറേ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മേളോട്ട് കയറാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊരു ഏണിയും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഏണി ഉപയോഗിച്ച് നമുക്ക് മേളിൽ കയറാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ മേളിൽ നോക്കുന്ന സമയത്ത് ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമ്മുടെ ബേസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടെ റൂഫ് മാത്രം മതി. ഇതാണ് നമ്മുടെ ബുള്ളറ്റ് പ്രൂഫ് ജനാല. ഓക്കെ, ഇതാണെങ്കിൽ നമ്മൾ ഈ സൈഡ് മാത്രമേ വെച്ചിട്ടുള്ളായിരുന്നു. നമ്മൾ അപ്പുറത്തെ സൈഡിലൊക്കെ ജനാല വെക്കാൻ മറന്നു. അങ്ങനെ നമ്മുടെ സെൻട്രൽ ജയിൽ പോലെ ഇരിക്കുന്ന നമ്മുടെ ഒരു ബേസ് റെഡിങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, താഴത്തെ ഫ്ലോർ മാത്രമാണ് റെഡി ആയിട്ടുള്ളത്. ഇനി അതിനകത്ത് കുറേ ഐറ്റങ്ങൾ വരാൻ ഇരിപ്പുണ്ട്. ഓക്കെ, അങ്ങനെ കുറേ നേരങ്ങൾക്ക് ശേഷം നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അതിനായിട്ട് ആദ്യം ഫ്രൂട്ട് വേണം. അപ്പോൾ ഫ്രൂട്ടുകളൊക്കെ ആവശ്യത്തിനായിട്ട് നമ്മൾ മേൽവശത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം റെയർ ഉള്ള സംഭവമൊക്കെ ഇവിടെയാണ് കാണുന്നതെന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താ സാധനം? എനിക്ക് തോന്നുന്നു ഇതിനകത്തൊന്ന് ഫ്രീ ടിക്കറ്റ് തന്നെ കിട്ടുമെന്ന്. ഓക്കെ, നമുക്ക് ഇത് പിന്നെ നോക്കാം. ഓക്കെ, പിന്നെ ഇപ്പുറത്തോട്ട് വരുന്ന സമയത്ത് ഇവിടെ നിന്ന് കാണാൻ സാധ്യതയില്ല. എങ്കിൽ പോലും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, ബട്ട് ഇവിടെ നിന്നും കണ്ടില്ല. ഓക്കെ, നമുക്ക് ലൈമിൻ്റെ സീഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ കുറച്ച് സീഡിങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 6 സീഡും കൂടെ വേണം. അപ്പം നമുക്ക് എന്തായാലും 6 സീഡും കൂടെ കിട്ടിയെങ്കിൽ നമുക്ക് ഇനി വേഗം പോയിട്ട് ട്രേഡിങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സീഡല്ല, പകരം ഫ്രൂട്ടാണ്. നമ്മൾ ഫ്രൂട്ടിന് പകരം നമ്മൾ സീഡ് എന്നാണ് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് കാത്തിരുന്ന ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു സംഭവം, അതായത് ഈ ചതുരക്കട്ട പൊളിക്കുന്ന ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് കുറേ അധികം ഫ്രൂട്ടുകൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഇത് നമ്മുടെ ബേസിനകത്ത് കൊണ്ടുവെക്കുന്ന സമയത്ത് ആരും എടുക്കാതെ നമുക്ക് ലോക്കും കൂടെ ആക്കേണ്ടി വരും. അതായത് നമ്മുടെ ബേസ് ലോക്കാക്കിയിട്ട് ഈ ഒരു ഐറ്റം നമ്മുടെ അകത്ത് കൊണ്ട് വെക്കുവാണെങ്കിൽ നമുക്ക് ആരും എടുക്കാതെ തന്നെ കുറേ അധികം സീഡോ അതായത് കുറേ അധികം ഫ്രൂട്ട്സുകൾക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അത് ബേസിനകത്ത് വെക്കാനായിട്ട് നമ്മുടെ ഐറ്റങ്ങൾക്ക് നമ്മൾ ബൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഏകദേശം 500 കോയിനുകളൊക്കെയാണ് അതിന് വേണ്ടി ആയിട്ടുള്ളതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ വേറൊരു കാര്യം ഓർത്തത്, നമ്മൾ സീഡ് എടുത്തില്ല. അപ്പോൾ എന്തായാലും സീഡ് നമുക്ക് അവിടെ തന്നെ വിൽക്കാൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ നോക്കുന്ന സമയത്ത് 2 തരത്തിലുള്ള സീഡിങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഒരു റാൻഡം സീഡ് എടുക്കാം, അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ സീഡിങ്ങളൊക്കെ ഏതൊക്കെയാണ് നല്ലതെന്നൊന്നും അറിയത്തില്ല. ഓക്കെ, ഇങ്ങനെയുള്ള ബേസിലുകളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പോട്ടുകളൊക്കെ എവിടെയും കൊണ്ട് വെക്കണം. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ആരും കാണാതെ, അതായത് പെട്ടെന്ന് ആരും കണ്ടുപിടിക്കാത്ത സ്ഥലത്ത് തന്നെ വെക്കണം. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാത്ത സ്ഥലം എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതായത് നമ്മൾ ഈ ഒരു വോൾ വെച്ച് മറച്ചിട്ടുണ്ട് ഇവിടെ എന്ന് പറയുന്നത്. അങ്ങനെ പെട്ടെന്നൊന്നും കണ്ടുപിടിക്കത്തില്ല. ഓക്കെ, ഇവിടെ ആണെങ്കിൽ 2 സീഡുണ്ട്. ഒന്ന് പിയറിൻ്റെ സീഡും അതുപോലെ തന്നെ നമുക്ക് ആപ്പിളിൻ്റെ സീഡും ഉണ്ട്. നമുക്ക് എന്തായാലും ആപ്പിളിൻ്റെ സീഡ് തന്നെ ഇവിടെ വെച്ചേക്കാം. ഓക്കെ, എന്തായാലും നമ്മൾ ആപ്പിളിൻ്റെ സീഡ് തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ സീഡിങ്ങളൊക്കെ ആകും കുറേ സമയങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മേലോട്ട് വരുന്ന സമയത്ത് അതായത് ലെവൽ 10ന്റെ ഭാഗത്തായിട്ട് നമുക്ക് കുറേ നല്ല സീഡുകൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി ആ സീഡ് എടുക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ലെവൽ 10ന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കുന്ന സമയത്ത് കുറേ അധികം ചാകത പോലെ കിടപ്പുണ്ട്. അതായത് നമ്മൾ കുറേ നേരമായിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്ലമ്മിൻ്റെ ഭാഗത്തോട്ടൊക്കെ വന്നിട്ട്. ഓക്കെ, നമുക്ക് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് സീഡിങ്ങളൊക്കെ മേടിക്കണം.
മേടിക്കണം. ഓക്കെ, ഇവിടുത്തെ ഏത് സീഡാണെന്ന് പോലും നമ്മൾ നോക്കുന്നില്ല, അത്യാവശ്യം നല്ല വില കൂടിയ സീഡ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ആ സീഡിങ്ങളൊക്കെ നമുക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വേഗം തന്നെ പോയിട്ട് അത് ആ പോട്ടിനെ അവിടെ കൊണ്ട് വെക്കണം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ അങ്ങോട്ട് പോവാണ്. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് ട്രേഡ് ചെയ്യേണ്ട കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പോയി ട്രേഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്ത് തന്നിട്ട് ബാക്കി കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ ട്രേഡ് ചെയ്തു. ബട്ട് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഗൈസ്. നമ്മൾ മേടിച്ച സീഡ് നമ്മൾ സെയിൽ ചെയ്താ. അപ്പം ഗൈസ് നമുക്ക് നൈസായിട്ട് തന്നെ ട്രേഡ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ ആ സീഡും കൂടെ ട്രേഡായി പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ 750 കോയിൻസ് വാഹ എന്ന് പറയാം. ഓക്കെ, എന്തായാലും നമുക്കിനി ഇവിടുന്ന് തന്നെ വേറെ 2 ഐറ്റം മേടിക്കാം. അതായത് പ്ലാന്റ് ബോട്ട് 2 അങ്ങ് മേടിച്ചേക്കാം. കാര്യം എന്തായാലും പൈസ ഇല്ല, അതിനൂടെ പൈസ ഉള്ളതും കൂടെ പോവുകയും ചെയ്ത്. നിങ്ങൾ ഇടി കിട്ടിയതിൻ്റെ തലേ പാമ്പ് കടിച്ച അവസ്ഥ കേട്ടിട്ടില്ലേ? അപ്പോൾ ഇപ്പം കണ്ടോളൂ. അപ്പോൾ എന്തായാലും ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും പ്ലാന്റ് ബോട്ട് നമ്മൾ കയറി വരുന്ന ഭാഗത്ത് തന്നെ കയറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി ഇതിനകത്ത് സീഡില്ല, ആ സീഡ് കൊണ്ട് വെക്കണം. ഓക്കെ, ഇതുവരെ നമ്മുടെ പിയർ ഇതുവരെ ആയിട്ടില്ല കേട്ടോ. ഏകദേശം 3 മിനിറ്റ് 4 സെക്കൻഡ് ഒക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇത് ലെവൽ കൂട്ടാൻ പറ്റുമോ? ഐ തിങ്ക് ലെവൽ കൂട്ടാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ലെവലുകൾ കൂട്ടിയിട്ട് വേണം ഇനി പെട്ടെന്ന് ഇങ്ങനെ കോയിനുകൾ കളക്ട് ആക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് ഇനി ഒന്നുകൂടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് മേടിച്ചിട്ട് വന്നിട്ട് കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ പ്ലമ്മിൻ്റെ സീഡ് മേടിച്ചിട്ടുണ്ട്. സോ കുറച്ച് റെയർ ആയിട്ടുള്ള സീഡായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളതെന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലെ കൂടെ കുറേ ഊന്ന വഴികളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ നൈസായിട്ട് തന്നെ പ്ലാന്റ് ബോട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം 34 മിനിറ്റോളം എടുക്കും അതായി വരാനായിട്ട്. ഓക്കെ, കുഴപ്പമില്ല. ഇപ്പുറത്തെ നോക്കുന്ന സമയത്ത് പിയർ ട്രീ ഏകദേശം കണക്കായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ, വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മൾ ഇനി ഡെയിലി എപ്പിസോഡുകളൊക്കെ റോബ്ലോക്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ആഴ്ചയിലെങ്കിലും നമുക്ക് വീഡിയോ ഇടാൻ നോക്കാം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ് ആൻഡ് ലവ് യു ഓൾ.